ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥിരം മുദ്രാവാക്യമുണ്ട്: ഇല്ല ഇല്ല, മരിച്ചിട്ടില്ല, ഞങ്ങളുടെ നേതാവ് മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ജീവിക്കുന്നു, ഞങ്ങളിലൂടെ ജീവിക്കുന്നു. ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. ഏത് രാഷ്ട്രീയ നേതാവാണ് ഇന്ന് ശരിക്കും ജനഹൃദയങ്ങളിൽ എല്ലാ നാളും ജീവിക്കുന്നത്? കൃത്യമായ ഉത്തരമില്ല, ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ഇവിടെയാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് ഭൂഗോളത്തിന്റെ മധ്യത്തിൽ ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി കീറി മുറിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജഡാവതാരം ചെയ്ത ക്രിസ്തു വ്യത്യസ്തനാകുന്നത്. 3.5 വർഷക്കാലം ഗലീല തടാകത്തിന്റെ ഓരങ്ങളിലും തീരങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് അശരണരെയും ആലംബഹീനരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ആരോരുമില്ലാത്തവരെയും നെഞ്ചോട് ചോർത്ത് പിടിച്ചുകൊണ്ട് ഒടുവിൽ ഗോൽഗൊഥായിലേക്ക് നടന്നു കയറി കാൽവരിയുടെ നെറുകയിൽ ഉയർത്തപ്പെട്ട ക്രൂശിൽ 3 ആണിമേൽ തൂങ്ങി മരിച്ചു. തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട കല്ലറയിൽ അടക്കം ചെയ്തു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു ജനഹൃദയങ്ങളിൽ. അതാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ, എന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ ശരിയായി അറിയാനും ആ ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കാനും നമുക്ക് കഴിയണം. അതിന് ഈ ഈസ്റ്റർ ദിനം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ഈസ്റ്റർ ദിനത്തിൽ പുതിയ നന്മകളും പുതിയ കൃപകളും അനുഭവിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ദിനം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.